നമസ്കാരം, സുരേഷ് ക്ഷേത്രമാണ്. അപ്പോൾ ഗ്രീൻ ഡിവിഷൻ ചാനലിന്റെ ക്ഷേത്രായനം എന്ന പരിപാടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഒരുപാട് ക്ഷേത്രങ്ങളുടെയും അനുഷ്ഠാനങ്ങളുടെയും അനുഷ്ഠാന കലകളുടെയും ഒക്കെ കാഴ്ചകൾ നിങ്ങൾക്ക് തരുന്ന ഒരു ചാനലാണ്. ഏതായാലും നമ്മൾ ഇന്ന് നിൽക്കുന്നത് കൊല്ലം ജില്ലയിലെ കൊട്ടാരക്കര താലൂക്കിലെ നെടുവത്തൂരിലെ പകുതിപ്പാറ എന്ന് പറയുന്ന മനോഹരമായ ഒരു സ്ഥലത്താണ്. ഒരു വനത്തിന്റെ വന്യതയൊക്കെ ഉള്ള ഒരു സ്ഥലമാണ്. ഏറ്റവും വലിയൊരു പ്രത്യേകത, ഇവിടെ ഒരു ശിവന്റെ പ്രതിഷ്ഠ, ഏതാണ്ട് ഒരു 700 അടിയോളം പൊക്കമുള്ള ഒരു പാറയാണ്. ചുറ്റുവട്ടം എല്ലാം കാണാം. മനോഹരമായ കാഴ്ചയും ഭക്തിയുടെ നിർവൃതിയും ഒക്കെ ഇഴുകി ചേർന്ന ഒരു സ്ഥലം. ഇങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ വരുമ്പോഴാണ് നമ്മൾ ദ്രാവിഡ സംസ്കാരത്തിന്റെ ഓർമ്മകൾ നിലനിർത്തുന്ന പല കാഴ്ചകൾ നമ്മൾ കാണുന്നത്. ശിവപ്രതിമയ്ക്ക് താഴെ ഒരു കുളമുണ്ട്. വെള്ളം മഴക്കാലത്ത് നിറയുകയും ഒക്കെ ചെയ്തൊരു കുളമാണ്. അതിന്റെ തൊട്ട് താഴെയാണ് ഇണ്ടിളയപ്പന്റെ ക്ഷേത്രം. ഇണ്ടിളയപ്പൻ എന്ന് പറഞ്ഞാൽ വനത്തിൽ നമ്മൾ ഇണ്ടിളയപ്പന്റെ പ്രതിഷ്ഠ എന്ന് പറയുമ്പോൾ ശിവൻ തന്നെയാണ്. എല്ലാ ക്ഷേത്രങ്ങളിലും ഇണ്ടിളയപ്പന്റെ പ്രതിഷ്ഠയും ശിവനും ഒന്ന് തന്നെയാണ്. മേൽക്കൂരയില്ലാത്ത ദൈവം എന്നാണ് ശിവനെ അറിയപ്പെടുന്നത്. മനോഹരമായ ഒരു അനുഭൂതി ഉളവാക്കുന്ന അല്ലെങ്കിൽ വശ്യസുന്ദരമായ കാഴ്ചകളും ചുറ്റുവട്ടമുണ്ട്. മുള്ളപ്പന്നിയും കുറുക്കനും അതുപോലെ തന്നെ ചെറിയ വന്യജീവികളൊക്കെ ഒരു സ്ഥലമാണ്. നമുക്കിവിടെ നിന്ന് കാണാൻ കഴിയുന്ന ഒരു കാഴ്ച എന്ന് പറയുമ്പോൾ ഒരു വനത്തിന്റെ പ്രതീതി മാത്രമല്ല, വലിയ പടർന്ന് പന്തലിച്ച് കിടക്കുന്ന പേരാലും അതുപോലെ ഒരു ഭക്തിസാന്ദ്രമായ ഒരു അന്തരീക്ഷവും ആ ശിവന്റെ പ്രതിമയും നല്ല കാറ്റും വൈകുന്നേരങ്ങളിലൊക്കെ വരാം. എല്ലാ ദിവസവും പൂജയുള്ള ക്ഷേത്രമാണ്. അപ്പോൾ അതിന്റെ കാഴ്ചകളിലേക്ക് നമുക്ക് പോകാം. കൊല്ലം ജില്ലയിലെ കൊട്ടാരക്കര താലൂക്കിലെ നെടുവത്തൂരിലെ പകുതിപ്പാറ. നമുക്ക് ഈ പകുതിപ്പാറയുടെ ഐതിഹ്യങ്ങളൊന്നും അറിയില്ല എങ്കിൽ തന്നെയും വളരെ മനോഹരമായ ഒരു സ്ഥലമാണ്. ഒരു പാറ ഇങ്ങനെ പകുതിയായി ഇരിക്കുന്നത് കൊണ്ടായിരിക്കാം പകുതിപ്പാറ എന്ന പേര് കിട്ടിയെന്ന് തന്നെ നമുക്ക് അനുമാനിക്കാം. ഏതായാലും പച്ചപ്പിന്റെ ഒരു കേദാരത്തിൽ തന്നെയാണ് നടുക്ക് ഒരു പാറയുടെ ഒരു കാഴ്ച. 700 അടിയോളം പൊക്കം കാണും അവിടെ നിന്ന്. താഴെ നിന്നും സമുദ്രനിരപ്പിൽ നിന്നും ഈ പാറയ്ക്ക് മനോഹരമായ ഒരു കാഴ്ച. ചുറ്റും വിശാലമായ നോട്ടമെത്തുന്ന ഇടം. അങ്ങനെ ഒത്തിരി കാഴ്ചകളുണ്ട്. അതിന് മുകളിലാണ് മലമുകളിൽ ഒരു ശിവന്റെ പ്രതിഷ്ഠ ഇങ്ങനെ സ്ഥാപിച്ചിരിക്കുന്നത്. ഇണ്ടിളയപ്പൻ ക്ഷേത്രമാണ് തൊട്ടടുത്തുള്ളത്. ഇണ്ടിളയപ്പനും ശിവനും ഒക്കെ ഒന്നാണെന്ന് നമുക്കറിയാമല്ലോ. അപ്പോൾ മലമുകളിലെ ശിവന്റെ പ്രതിഷ്ഠ തന്നെ മനോഹരമായ ഒരു കാഴ്ചയാണ്. അങ്ങനെ ജടാധരനായ ശിവന്റെ കാഴ്ചയും പ്രകൃതിയുടെ മനോഹാരിതയും കിളികളുടെ ആരവവും ഒക്കെ കേട്ട് നമുക്ക് കുറച്ചു നേരം സ്വച്ഛന്തമായി അവിടെ ഇരിക്കാൻ പറ്റുന്ന ഒരിടം തന്നെയാണ് പകുതിപ്പാറയും ആ പ്രദേശവും ഒക്കെ. പകുതിപ്പാറയുടെ മുകളിലെ ശിവപ്രതിഷ്ഠയ്ക്ക് ഒരു 200 മീറ്റർ താഴെയാണ് ഇണ്ടിളയപ്പൻ ക്ഷേത്രം. പണ്ട് കാലത്ത് പൗരാണികമായ ആചാരങ്ങൾ നടന്നിരുന്ന ഒരു കാവോ അല്ലെങ്കിൽ കൽശിരിയൊക്കെ ഉണ്ടായിരുന്ന സ്ഥലമായിരിക്കാം. പിന്നീടാണ് അവിടെ ക്ഷേത്രങ്ങളൊക്കെ ഉണ്ടായത് എന്ന് നമുക്ക് അനുമാനിക്കാം. ഏതായാലും കാഴ്ചകൾ ഒരുപാടുണ്ട്. ഇവിടെ ആളുകൾ ഒരുപാട് എത്തുന്ന സ്ഥലമൊന്നുമല്ല. നമ്മുടെ സ്വന്തം കൊല്ലം ജില്ലയിൽ ഇതുപോലെ ആരും ഏറെ അറിയപ്പെടാത്ത ഒരുപാട് സ്ഥലങ്ങളുണ്ട്. ആ കാഴ്ചകളൊക്കെ നിങ്ങളുടെ മുന്നിലേക്ക് ക്യാമറയിൽ കൂടി വിരൽത്തുമ്പിലേക്ക് എത്തിക്കുക എന്നതാണ് നമ്മുടെ ഗ്രീൻ ഡിവിഷൻ ചാനലിന്റെ ദൗത്യം. ഏതായാലും നിങ്ങൾക്കും ഇവിടേക്ക് എത്തിച്ചേരാം. പുത്തൂർ ആനക്കോട്ടൂർ വഴി പകുതിപ്പാറയിലെത്താം. ഇനിയും അടുത്ത നല്ല കാഴ്ചകൾ ഒരുപാടുണ്ട്. അതൊക്കെ നമുക്കൊന്ന് കണ്ടു നോക്കാം. വനമുകളിലെ ക്ഷേത്രങ്ങൾ, വനദേവതാ ക്ഷേത്രങ്ങൾ, അതുപോലെ തന്നെ സംസ്കാരത്തിന്റെ പ്രതീകങ്ങളായ ക്ഷേത്രങ്ങളൊക്കെ നമ്മൾ ഒരുപാട് കാണിച്ചിട്ടുണ്ട്. ശരിക്കും നമ്മുടെ വനങ്ങളിലൊക്കെയാണ് നമ്മൾ ഇതുപോലെയുള്ള ക്ഷേത്രങ്ങൾ കാണപ്പെടുന്നെങ്കിൽ അവിടെ ഒരു സംസ്കാരം പിറവിയെടുത്തു എന്ന് തന്നെ നമുക്ക് പറയാം. ഈ കാണുന്നത് ഒരുപാട് വർഷം പഴക്കമുള്ള ഒരു ക്ഷേത്രത്തിന്റെ കാഴ്ചകളാണ്. അവിടെ ഇണ്ടിളയപ്പനെ പ്രതിഷ്ഠിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ അതിന് ചുറ്റുവട്ടമൊക്കെ ഒരു അരയാൽ ഇങ്ങനെ വളർന്ന് പന്തലിച്ച് കിടക്കുന്ന വളരെ സുന്ദരമായൊരു കാലാവസ്ഥയും കാഴ്ചയും ഒക്കെയാണ്. നമ്മുടെ മനസ്സിന് സുഖം തരുന്ന ഒരു അന്തരീക്ഷമാണ്. പ്രകൃതിയുടെ ശബ്ദങ്ങൾ മാത്രമേ ഇവിടെ ഉള്ളൂ. എല്ലാ ദിവസവും പൂജയുള്ള ഒരു ക്ഷേത്രത്തിന്റെ കാഴ്ചകളും അതിന്റെ ചുറ്റുവട്ട കാഴ്ചകളും ഒക്കെ വളരെ മനോഹരമാണ്. അപ്പോൾ പേരാലുകൾ വളർന്നു കിടക്കുന്ന മനോഹരമായ ഒരു സ്ഥലം. അതുപോലെ തന്നെ നാഗരാജാവിന്റെ പ്രതിഷ്ഠ അപ്പുറത്തെ കാണാം. എല്ലാ പ്രതിഷ്ഠകളും ഉപദേവതകളുള്ള ക്ഷേത്രങ്ങളാണല്ലോ കൂടുതലും നമുക്കുള്ളത്. നാഗേഷിയും അതുപോലെ നാഗരാജാവും ദേവിയും ഒക്കെ ഉള്ള ഒരു ക്ഷേത്രം. എന്തായാലും വളരെ ഒരു പ്രകൃതിയുടെ സൗന്ദര്യം നമുക്ക് നല്ല രീതിയിൽ ആസ്വദിക്കാൻ പറ്റുന്ന പകുതിപ്പാറയുടെ ക്ഷേത്രമാണ്, ഇണ്ടിളയപ്പൻ ക്ഷേത്രമാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ ആ ഇണ്ടിളയപ്പൻ ക്ഷേത്രത്തിന്റെ കാഴ്ചകളേറെ വനത്തിന്റെ പ്രതീതി ജനിപ്പിക്കുന്ന വളരെ മനോഹരമായ ഒരു സ്ഥലം. ശിവന് ഏറ്റവും ഇഷ്ടപ്പെട്ട കൂവളമരവും ഒക്കെ ഉണ്ട്. ഈ ആലാണ് ഏറ്റവും വലിയ പ്രത്യേകത. ഇങ്ങനെ പടർന്ന് പന്തലിച്ച് കിടക്കുന്ന ഒരു അരയാലിന്റെ കാഴ്ച അത്രയും സുന്ദരമായ ഒരു കാഴ്ച തന്നെയാണ്. ഏതായാലും പകുതിപ്പാറ എന്ന് പറഞ്ഞാൽ വലിയ ഒരു പ്രദേശമാണെന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. അതുപോലെ തന്നെ ഭദ്രാദേവി ക്ഷേത്രവും ഒക്കെ ഇവിടെ ഉണ്ട്. ഒരു വനത്തിന്റെ അല്ലെങ്കിൽ നമ്മൾ എവിടെയെങ്കിലുമൊക്കെ ചെല്ലുമ്പോൾ ഒരു മനോഹരമായ സ്ഥലം, ഒരു പ്രകൃതിയുടെ സൗന്ദര്യം നമുക്ക് ഏറ്റവും കൂടുതൽ അനുഭവിക്കാൻ പറ്റുന്നൊരു സ്ഥലം എന്ന രീതിയിൽ തന്നെയാണ് ഇവിടെ കാണാൻ കഴിയുക. അതുപോലെ ചീവീടുകളുടെയും പക്ഷികളുടെയും ഒക്കെ ശബ്ദം, അതുപോലെ തന്നെ കാവുകളുടെ ഒരു സൗന്ദര്യം, ചുറ്റുവട്ടം കാണാനുള്ള കാഴ്ചകൾ എല്ലാം ഇവിടെയുണ്ട്. പകുതിപ്പാറയിലെ ഇണ്ടിളയപ്പൻ ക്ഷേത്രത്തിന്റെ അവിടെ വളർന്നു കിടക്കുന്ന പേരാലുകളുടെ, ശിവന്റെ ജട പോലെയുള്ള പേരാലുകളുടെ കാഴ്ച നമുക്ക് അത് കാണുമ്പോൾ തന്നെ ആ ഒരു ഇണ്ടിളയപ്പൻ എന്ന് പറയുന്ന ശിവന്റെ പ്രതിനിധിയാണ്. എല്ലാ സ്ഥലങ്ങളിലും ഇണ്ടിളയപ്പനെ പ്രതിഷ്ഠിച്ചിരിക്കുന്ന ശിവൻ മേൽക്കൂരയില്ലാത്ത ഇടങ്ങൾ എന്നൊക്കെയുള്ള സ്ഥലങ്ങളാണ് നമുക്കറിയാം. ഇവിടെ ഭക്തിയുടെ കാഴ്ചകൾ ഒരുപാട് തരുന്ന കൂട്ടത്തിൽ ക്ഷേത്രായനം എന്ന പരിപാടിയിൽ നിങ്ങൾക്ക് ഇതുപോലെയുള്ള കാഴ്ചകൾ ഗ്രീൻ ഡിവിഷൻ ചാനൽ തന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ നിങ്ങൾ തീർച്ചയായും നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം.
ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം. അതുപോലെ തന്നെ നമ്മുടെ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യണം. ഗ്രീൻ മീഡിയ വിഷൻ ചാനലിന്റെ ഒരുപാട് കാഴ്ചകൾ ഇതുപോലെ മനോഹരമായി നിങ്ങളുടെ വിരൽത്തുമ്പിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. സർവ്വ ഐശ്വര്യങ്ങളും തരുന്ന ഇണ്ടളേപ്പൻ എന്നാണ് നാട്ടുകാർ ഈ കാവിനെ പറ്റിയും അല്ലെങ്കിൽ ഇവിടുത്തെ ഇണ്ടളേപ്പൻ ക്ഷേത്രത്തിനെ പറ്റിയും ഒക്കെ പറയുന്നത്. ഇവിടെ നിന്നാൽ മനോഹരമായ പ്രദേശങ്ങൾ, കൊട്ടാരക്കര താലൂക്കിന്റെയും അതിന്റെ കൊല്ലം ജില്ലയുടെ തന്നെ മനോഹരമായ പല സ്ഥലങ്ങളും നമുക്ക് നഗ്ന നേത്രങ്ങൾ കൊണ്ട് കാണുവാൻ കഴിയും. അത്രയും നല്ല അന്തരീക്ഷമാണ് ഇവിടെയുള്ളത്. ഉദയാസ്തമന കാഴ്ചകൾ അതിമനോഹരമെന്നാണ് നാട്ടുകാർ പറയുന്നത്. ഏതായാലും കൊട്ടാരക്കര താലൂക്കിലെ നെടുവത്തൂരിലെ പകുതിപ്പാറ നിങ്ങളെ മാടി വിളിക്കുകയാണ്, ദൃശ്യ സൗന്ദര്യമൊരുക്കി. പകുതിപ്പാറയിലെത്തിയാൽ മറ്റൊരു കാഴ്ച കൂടിയുണ്ട്. ശിവൻ ഏറ്റവും ഇഷ്ടപ്പെട്ട അല്ലെങ്കിൽ ശിവന്റെ സന്തത സഹചാരിയായ നന്ദിയെപ്പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ട്. ആ നന്ദിയുടെ പ്രതിരൂപമായി ഒരു കാളക്കൂട്ടിനും ഇവിടെയുണ്ട്. അതൊക്കെ ഒരു കാഴ്ച തന്നെയാണ്. പേരാലിന്റെ ചുവട്ടിലാണ് ഇണ്ടളേപ്പന്റെ പ്രതിഷ്ഠ. അത് നമുക്ക് വളരെ എന്താ പറയുന്നത്, നമുക്കൊരു ഭക്തിയുടെ ഒരു കാഴ്ച എന്ന് പറയുമ്പോൾ അവിടെ ചെല്ലുന്ന അന്തരീക്ഷത്തിന്റെ പ്രത്യേകതയാണ്. വലിയൊരു പേരാലിന്റെ താഴെ ഇരിക്കുന്ന ഇണ്ടളേപ്പന്റെ ആ ഒരു കാഴ്ചയൊക്കെ നമുക്ക് ഭക്തർക്ക് ഏറെ സന്തോഷം പകരുന്ന കാഴ്ചയാണ്. ഒരു ക്ഷേത്രത്തിലെത്തിയാൽ അല്ലെങ്കിൽ ഒരു കാവിലെത്തിയാൽ അത് പൗരാണികമോ അല്ലെങ്കിൽ പുതിയതോ ആയിക്കൊള്ളട്ടെ, പക്ഷെ അവിടുത്തെ അന്തരീക്ഷം തന്നെയാണ് നമ്മളെ ഭക്തിയിലേക്ക് കൊണ്ടുപോവുക. ഒരു ഭക്തന് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളത് ആ ക്ഷേത്രത്തിന്റെ പരിപാവനമായ ഒരു അന്തരീക്ഷവും പ്രകൃതിയും ഒക്കെ തന്നെയാണ്. പ്രകൃതിയുടെ കുളിർക്കാറ്റും സസ്യലതാദികളുടെ മർമ്മരവുമൊക്കെ ആയിട്ട് നനുത്ത തണുപ്പിൽ ഇങ്ങനെ ഭക്തിയോടെ ഇരിക്കാൻ പറ്റിയ ഒരു സ്ഥലം തന്നെയാണ് ഇണ്ടളേപ്പൻ ക്ഷേത്രം. പകുതിപ്പാറയിലെ കാഴ്ചകളാണ് നമ്മൾ സിനിമയിലെ പാട്ടുകൾ കേൾക്കും പോലെ ഈറൻ മേഘം പൂവും കൊണ്ട് പൂജയ്ക്കായി ക്ഷേത്രത്തിൽ പോകുമ്പോൾ എന്ന ഓർമ്മകളാണ് നമുക്ക് ഇവിടെ തോന്നുന്നത്. ഒരു മനോഹരമായ ശിവന്റെ ഇണ്ടളേപ്പന്റെ നല്ലൊരു പ്രതിമയൊക്കെ ഉണ്ട്. എന്തെങ്കിലും വശ്യമനോഹരമായ കാഴ്ചകൾ എന്നും മനസ്സിനെ ആനന്ദിക്കുന്നതാണ്. അത്രയും മനോഹരമായ കാഴ്ചകൾ ഒരുപാടുണ്ട് കൊല്ലം. ഞാൻ എപ്പോഴും പറയുന്ന പോലെ ഗോഡ്സ് ഓൺ കൊല്ലം, ദൈവത്തിന്റെ സ്വന്തം കൊല്ലമാണ്. അപ്പോൾ എല്ലാവർക്കും കാഴ്ചകൾ ഇഷ്ടപ്പെട്ടു വന്നിരുന്നു. വാച്ച് ഇറ്റ് ഗ്രീൻ മീഡിയ വിഷൻ ചാനൽ.